ലോക കോടീശ്വരൻ ഇലോൺ മസ്കിന്റെ AI സംവിധാനമായ ഗ്രോക്ക് വിവാദച്ചുഴി. സ്ത്രീകളുടെയും കുട്ടികളുടെയും അനുവാദമില്ലാതെ അശ്ലീല ചിത്രങ്ങൾ നിർമ്മിക്കുന്നു എന്ന ഗുരുതരമായ പരാതിയിൽ ഗ്രോക്കിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത നടപടികൾ വരുന്നു. ഉപയോക്താക്കളുടെ നിർദ്ദേശപ്രകാരം വ്യാജ അശ്ലീല ചിത്രങ്ങൾ അഥവാ ഡിപ്ഫേക്ക് ചിത്രങ്ങൾ നിർമ്മിച്ചു നൽകുന്നു എന്നതാണ് ഗ്രോക്കിനെതിരെ ഉയർന്നിരിക്കുന്ന പ്രധാന ആരോപണം. ഇതേ തുടർന്ന് മലേഷ്യ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഗ്രോക്കിനെ പൂർണ്ണമായും നിരോധിച്ചു. കാനഡയും ബ്രിട്ടനും വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിയമ നടപടികൾ ഭയന്ന് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നെങ്കിലും ഇതൊന്നും ഫലപ്രദമാകുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇലോൺ മസ്കിന്റെ തന്നെ കുട്ടിയുടെ അമ്മയായ ആഷ്ലി സെൻക്ലെയർ പോലും പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. താൻ വിലക്കിയിട്ടും തന്റെ പേരിലുള്ള അശ്ലീല ചിത്രങ്ങൾ ഗ്രോക്ക് നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് അവരുടെ വെളിപ്പെടുത്തൽ. ഇത്തരം സുരക്ഷാ വീഴ്ചകൾ നിലനിൽക്കെ തന്നെ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഗ്രോക്കുമായി സഹകരിക്കാൻ തീരുമാനിച്ചതും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ദേശീയ സുരക്ഷയെ പോലും ഇത് ബാധിച്ചേക്കാമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.